പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ തെലുങ്ക് നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഇടക്കാല ജാമ്യം ലഭിച്ചതോടെയാണ് നടൻ ജയിൽ മോചിതനായത്. വിവരങ്ങൾ നിമിഷ നൽകും. നിമിഷ, ഇന്നലെ ആണ് അദ്ദേഹത്തെ നാടകീയമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏറെ വൈകിയാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഉത്തരവ് ലഭിക്കാത്തതിനെ തുടർന്ന് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ ജയിൽ മോചിതനാകുമ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇന്ന് രാവിലെയോടെയാണ് അല്ലു അർജുൻ ജയിൽ മോചിതനായിരിക്കുന്നത്. ചഞ്ചൽഗുഡ ജയിലിലെ സിക്ക ഗേറ്റ് എന്നറിയപ്പെടുന്ന പിൻ ഗേറ്റ് വഴിയാണ് ഇദ്ദേഹത്തെ പുറത്തിറക്കിയിരിക്കുന്നത്. മുൻഗേറ്റ് വഴി പുറത്തിറക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസും അതുപോലെ തന്നെ ജയിൽ അധികൃതരും ഇദ്ദേഹത്തെ പിൻ ഗേറ്റ് വഴി പുറത്തിറക്കുകയായിരുന്നു. അല്ലു അർജുൻ്റെ അഭിഭാഷകർ രാവിലെ തന്നെ ജയിൽ വളപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ജാമ്യോത്തരവ് നേരത്തെ തന്നെ ഹാജരാക്കിയിരുന്നതാണ്. എന്നാൽ ഒരാളെ രാത്രി ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിൽ തടസ്സമുണ്ടെന്ന് കാട്ടി സൂപ്രണ്ട് മോചനം വൈകിപ്പിക്കുകയായിരുന്നുവെന്നും ഇത് ബോധപൂർവമുള്ള ഒരു ശ്രമമാണെന്നും അഭിഭാഷകർ പറയുന്നുണ്ട്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അല്ലു അർജുൻ്റെ അഭിഭാഷകനായ അശോക് റെഡ്ഡി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെയായിരുന്നു ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്ന് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് തെലങ്കാന ഹൈക്കോടതിയാണ് നടനെ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അല്ലു അർജുനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. 1.25 മണിക്കൂറോളം നീണ്ട വാദം കേട്ട ശേഷമാണ് 4 ആഴ്ചത്തേക്ക് അല്ലു അർജുന് ജാമ്യം അനുവദിച്ചത്. ചലച്ചിത്ര താരമായല്ല, സാധാരണക്കാരനായ ഒരു തൻ്റെ ഹർജി പരിഗണിക്കണമെന്ന് അല്ലു അർജുൻ്റെ അഭിഭാഷകനായ അശോക് റെഡ്ഡി നേരത്തെ തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ടതാണെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്നതിൽ സംശയമുണ്ടെന്നും കോടതി ഇന്നലെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ അല്ലു അർജുനെ ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് ശേഷം അല്ലു അർജുൻ സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതിയായിരുന്നു, അതായത് ഈ കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ഈ ഒരു സംഭവം നടന്നത്. ഇദ്ദേഹത്തിൻ്റെ പുഷ്പ 2 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് സ്വദേശിയായ രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട മരിക്കുന്നത്. ഇവർ ഭർത്താവിനും അതുപോലെ തന്നെ മകനുമൊപ്പം ഈ ഒരു പ്രീമിയർ ഷോ കാണാൻ എത്തുകയായിരുന്നു. ഇതിനിടെ അല്ലു അർജുൻ സന്ധ്യ തിയേറ്റർ അപ്രതീക്ഷിതമായി എത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട ഈ രേവതിയും അതുപോലെ തന്നെ മകനും കുഴഞ്ഞു വീഴുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവർ മരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു കേസ് വരുന്നത്. ഭദ്ര, നിമിഷ, കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഈ ഒരു അല്ലു അർജുൻ അറസ്റ്റിലായ ആ മണിക്കൂറുകളിൽ തന്നെ പല പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയപരമായും ഈ സിനിമാ മേഖലയിൽ നിന്നുമൊക്കെ തന്നെ അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തെലുങ്ക് സിനിമാ ലോകവും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ നിന്നുമൊക്കെ തന്നെ നിരവധി പ്രതികരണങ്ങളൊക്കെ ഇതിങ്ങനെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി അവർ, അതായത് ഒരു നിയമ നടപടി സ്വീകരിക്കുമെന്നൊരു വിഭാഗം പറയുന്നുണ്ട്. തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇനി സാധ്യതകൾ കാണുന്നുണ്ടോ? ഇതിലെല്ലാം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ആരാധകരടക്കമുള്ളവർ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനായ ചിരഞ്ജീവി ഇന്നലെ സിനിമാ സെറ്റിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന ഇതെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് ശേഷം, ഈ ഉത്തരവ് ലഭിച്ചതിന് ശേഷം ഇത് വൈകിപ്പിക്കുകയായിരുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് മനഃപൂർവ്വമാണെന്നുള്ള ഒരു ആരോപണവും ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെ നടപടി സ്വീകരിക്കുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകരും അറിയിച്ചിട്ടുള്ളത്. ഭദ്ര, ശരി. നടൻ അല്ലു അർജുൻ അങ്ങനെ ജയിൽ മോചിതനായിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം രാത്രിയോടുകൂടി തെലങ്കാന
ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഉത്തരവ് വരാൻ വൈകിയതാണ് ഒരു ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ട ഘട്ടത്തിലേക്ക് പോയത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ്. നിയമ നടപടിയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിക്കുന്നു.